നമസ്കാരം. ജൂൺ മാസം ജീവിതത്തിൽ വൻതോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളാണ് ഇടവക്കൂറിലെ കാർത്തിക 2, 3, 4 പാദക്കാർക്കും രോഹിണി, മകയിരം 1, 2 പാദക്കാർക്കും ലഭിക്കുവാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ധനവരവ് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ രംഗം വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും. വ്യാപാര രംഗത്ത് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിട്ടൊഴിയാൻ സഹായകരമാകുന്ന ഒരു സമയമൊക്കെയാണ് നിങ്ങൾക്ക്. എല്ലാവിധമായ ഐശ്വര്യത്താലും ജീവിക്കാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ കൂട്ടർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി പുഷ്പാർച്ചനകൾ നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ തോതിലുള്ള മാറ്റവും ഉയർച്ചകളൊക്കെ ഇതുമൂലം കൈവരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിറവേറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഭൂമി ഇടപാടിൽ നിന്നും വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ കൂട്ടർക്ക് ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ്. എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർക്കിടകക്കൂറിലെ മുടതും 4-ാം പാദവും പൂയം, ആയില്യം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പലവിധമായ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ധാരാളം സമ്പത്ത് വൃത്തി സമയങ്ങളിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും. നിങ്ങൾ വിദേശത്തൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള വലിയ ധനവരവ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയുന്ന സമയമാണ്. ഉറപ്പായി ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും. സർപ്പദേവന്മാർക്ക് മഞ്ഞപ്പൊടി ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു കിട്ടുന്നതായിരിക്കും. എല്ലാവിധമായ സാമ്പത്തിക ഉന്നതികളും ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ്. ചെറിയ ചെറിയ ദുഃഖങ്ങളും ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതകാലങ്ങളൊക്കെ അകന്ന് മക്കൾക്ക് സന്താനലബ്ധിയും മക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭിച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടവും സമയവും കൂടിയാണിത്. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം 1-ാം പാദം ബിസിനസ് രംഗത്തിലൊക്കെ വളരെ വലിയ വിജയങ്ങളൊക്കെ ഇവർക്ക് കൈവരിക്കുവാൻ കഴിയും. കാര്യസിദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഭൂമി കച്ചവടമൊക്കെ വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, വിഷ്ണു മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് വലിയ തോതിലുള്ള ധനാഭിവൃദ്ധിക്ക് കാരണമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകളും മുടങ്ങിക്കിടക്കുന്ന പൂജകളൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. കാരണം കുടുംബദേവീ ദേവന്മാരുടെ പ്രീതി നമുക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബദേവീ ദേവന്മാർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കുന്ന ഏത് കുടുംബമാണോ അല്ലെങ്കിൽ ഏത് വ്യക്തികളാണോ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും, നിങ്ങളെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നൊരു സമയമൊക്കെയാണ്. ഈശ്വരനെ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, രോഗശാന്തിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാവിധമായ സൗഭാഗ്യത്തോടു കൂടി ജീവിച്ച് വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ കൂട്ടർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഉറപ്പായും വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക. അതുപോലെ തന്നെ രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. വളരെ എനർജറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അടുത്തേ പറയാൻ പോകുന്നത് തുലാക്കൂറിലെ ചിത്തിര 3, 4 പാദക്കാരാണ്. അതുപോലെ തന്നെ ചോതി, വിശാഖം 1, 2, 3 പാദക്കാരെക്കുറിച്ച്. ഇവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. കാര്യസിദ്ധി വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാനസിക ക്ലേശങ്ങളൊക്കെ പൂർണ്ണമായും അകന്നു പോകും. നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള വലിയ ധനലാഭങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഭാഗ്യം കിട്ടും. അതുപോലെ തന്നെ ധനവരവിന് തടസ്സമായിട്ട് നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രങ്ങളിൽ പോയി ശിവനെ പ്രാർത്ഥിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ മന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ശക്തികളും നിങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ശിവമന്ത്രം ഒരിക്കലും നിങ്ങൾ
മറക്കാതിരിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അതിരാവിലെ ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്ന സമയത്തും ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് തുടങ്ങുക. നിങ്ങളിലേക്ക് ആ വ്യക്തികളുടെ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് വന്നു ചേരുകയില്ല. എന്ത് തന്നെയാലും ജീവിതത്തിൽ വലിയ തോതിലുള്ള നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. എല്ലാ സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകൾക്കും ഈ കൂട്ടർക്ക് വന്നു ചേരും. ആ കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. അടുത്ത കുംഭക്കൂറിലെ അവിട്ടം 3, 4 പാദക്കാരും, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദക്കാരുമാണ്. ഗ്രഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഹന യോഗം നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഈ സമയം നിങ്ങൾ വാഹനം മാറ്റി മേടിക്കുവാനോ അതുമല്ലെങ്കിൽ പുതിയ വാഹനം മേടിക്കുവാനുമുള്ള ഒരു സമയമാണ്. ധനലാഭം വർദ്ധിക്കുന്നതായിരിക്കും. അത് വ്യാപാരത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളിൽ നിന്നുമുള്ള ധനലാഭമാകാം, അല്ലെങ്കിൽ ലോട്ടറി, ചിട്ടി മുതലായിട്ടുള്ള സംരംഭങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനലാഭം വന്നു ചേരുവാനുള്ള യോഗങ്ങളുമാണ് ഇവിടെ കാണപ്പെടുന്നത്. ദോഷശാന്തി ലഭിക്കുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും ഈ കൂട്ടർ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ ദുരിതങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടതായിരിക്കും. രോഗങ്ങളായി ബുദ്ധിമുട്ടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ രോഗശമനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചെറുതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ളത് സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. മഹത്തായിട്ടുള്ള സാമ്പത്തിക ഉന്നതികളും ഉന്നതമായ സാമ്പത്തിക നിലയിലേക്കുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കൂട്ടർ എത്തിച്ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി വഴിപാടൊന്നും നടത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ കണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ കഴിയുന്നൊരു അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂട്ടരെ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്.